ഹായ്, ഐ ആം സ്വപ്ന. വെൽക്കം ടു മൈ കിച്ചൺ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് പുഡിംഗ് ആണ്. വളരെ എളുപ്പത്തിൽ ഒരു നല്ല ക്രിസ്മസ് പുഡിംഗ് എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രൂട്ട് പുഡിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ: നമ്മൾ ഫ്രൂട്ട്സ് നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് എങ്ങനെയാണ് സോക്ക് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തത്. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. 2 മുട്ട, കുറച്ച് സിനമൺ പൗഡർ, അതുപോലെ തന്നെ വാനില എസൻസ്. പിന്നീട് വേണ്ടത് ബ്രൗൺ ഷുഗറാണ്. 100 ഗ്രാം ബ്രൗൺ ഷുഗർ, 50 ഗ്രാം മൈദ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രൂട്ട് പുഡിങ്ങിന് ആവശ്യം. ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ടുകൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബ്രൗൺ ഷുഗറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും ബട്ടറും ബ്രൗൺ ഷുഗറും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. 150 ഗ്രാമോളം നമ്മൾ ബ്രെഡ് ക്രംസും മൈദയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയോളം നമ്മൾ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസും മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്കായ ഒരു ബാറ്ററായിട്ടാണ് ഇത് കിട്ടുക. ഇതിലേക്ക് നമ്മൾ ഓറഞ്ചിൻ്റെ കുറച്ച് തൊലി നന്നായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാനില എസൻസ്, സിനമൺ പൗഡർ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്രീസ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പുഡിങ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് നന്നായി ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിന് താഴെ ഭാഗത്തേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണം. റെഡിയാക്കി വെച്ച ബാറ്റർ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ഈ പുഡിങ്ങിന് നമ്മൾ വളരെ കുറച്ച് മധുരം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഷുഗർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ജാമും കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ബൗൾ ഫുള്ളായിട്ട് നമ്മൾ ബാറ്റർ നിറയ്ക്കരുത്. കാര്യം ഇത് കുക്കായതിനു ശേഷം അല്പമൊന്ന് റൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ബാറ്ററിന് പുറത്തേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്യാം.
ഒരു ഫോയിൽ, അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് ഒന്നുകൂടി നന്നായിട്ട് കവർ ചെയ്യും. നമുക്കിത് ഒരു ത്രെഡ് വെച്ച് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മുടെ പുഡിംഗ് സ്റ്റീം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് 2 മണിക്കൂർ സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ പുഡിംഗ് തയ്യാറായി കഴിഞ്ഞു. പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. നമ്മൾക്ക് ഇതിന് പുറത്തേക്ക് ഒരല്പം ഷുഗർ ഡസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇത് ചൂടോടെയോ തണുപ്പിച്ചോ കഴിക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. ഇത് ഐസ്ക്രീമിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലിടുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.